ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കലാശാല. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിൽസിനെ പറ്റിയിട്ടും അതിൻ്റെ ഗ്രേഡ്സിനെ പറ്റിയിട്ടുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ വരച്ചു തുടങ്ങിയ ആൾക്കാർക്ക്, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് പെൻസിൽ ഗ്രേഡ്സിനെ പറ്റിയോ ടൈപ്പ് ഓഫ് പെൻസിലിനെ പറ്റിയോ അറിയത്തില്ലായിരിക്കും. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പെൻസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനൊരു ബോഡി പോർഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിനൊരു ഗ്രാഫൈറ്റ് കോറുണ്ട്. ഇതിൻ്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഇതുപോലാണ് ഇരിക്കുന്നത്. ചില പെൻസിൽസിൻ്റെ എൻഡ് പോർഷനിൽ ഒരു റബ്ബർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിയിൽ കമ്പനിയുടെ പേര്, അതെവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഏത് സീരീസിൽ വരുന്നതാണെന്ന്, അത് എത്ര നമ്പറാണെന്നും അറിയാൻ പറ്റും. അപ്പോൾ ഈ പെൻസിൽ എന്ന് പറയുന്നത് സ്റ്റേഡ്ലർ മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. അക്യോ സീരീസിൽ വരുന്ന 8B പെൻസിലാണ്. വേറൊരു പെൻസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പെൻസിൽ സ്റ്റേഡ്ലറിൻ്റെ പെൻസിൽ തന്നെയാണ്, പക്ഷേ ഇതിൽ HB എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ H എന്താണ്, B എന്താണെന്ന് പറഞ്ഞുതരാം. H എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാർഡ്നെസ് ആണ് സൂചിപ്പിക്കുന്നത്, അതേസമയം B എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പെൻസിൽ എന്ന് പറയുന്നത് H കാറ്റഗറിയിൽ വരുന്നൊരു പെൻസിലാണ്. ഇനി B കാറ്റഗറിയിൽ വരുന്നൊരു പെൻസിലും കൂടെ നമുക്ക് എടുക്കാം. ഇതെന്ന് പറയുന്നത് 8Bയുടെ പെൻസിലാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഗ്രാഫൈറ്റ് കോറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. B കാറ്റഗറിയിലെ ഗ്രാഫൈറ്റ് കോറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് H കാറ്റഗറിയിലെ ഗ്രാഫൈറ്റ് കോറിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ പെൻസിലൊന്ന് ബെൻഡ് ചെയ്ത് നോക്കുക. അതിൽ ഈ B കാറ്റഗറിയിൽ വരുന്ന പെൻസിൽസ് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ബെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ H കാറ്റഗറിയിൽ വരുന്നത് അതുപോലെ ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഈ കാറ്റഗറീസ് ഓഫ് പെൻസിൽസ് നമുക്ക് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ പെൻസിൽസായിട്ട് എടുത്ത് ഷെയ്ഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് HB പെൻസിലാണ്. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നത് HB പെൻസിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഹാർഡ്നെസ്സും ബ്ലാക്കും സെയിം പ്രൊപ്പോർഷനിലായിരിക്കും ഈ പെൻസിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഷെയ്ഡിങ് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് H പെൻസിൽ യൂസ് ചെയ്തിട്ട് ആ കോളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് റഫായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ HBയേക്കാളും വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് H പെൻസിലിന് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Hഉം HBയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി 2H വെച്ചിട്ട് ചെയ്ത് നോക്കാം. HH വെച്ച് ചെയ്യുമ്പോഴും സെയിം ഹാർഡ്നെസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ Hനേക്കാളും ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് കിട്ടുന്നത്. ഇനി 4Hഉം കൂടെ നോക്കാം. 4H വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും 2Hനേക്കാളും വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും H കാറ്റഗറിയിൽ അങ്ങോട്ട് പോകുന്തോറും ഷെയ്ഡ്നെസ് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞാണ് വരുന്നത്. ഇനി B കാറ്റഗറി ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്നത് 2B വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2B വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും HBയേക്കാളും കുറച്ചും കൂടെ ഡാർക്കറാണ് 2B എന്ന് പറയുന്നത്. ത്രീ ബി വെച്ചിട്ട് ചെയ്ത് നോക്കാം. ത്രീ ബി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡാർക്ക്നെസ്സും കൂടി വരുന്നുണ്ട്. ഇനി 4B യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്ത് നോക്കാം. പെൻസിൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് ഫീൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടും തോന്നുന്നുണ്ട്. അടുത്ത ഞാൻ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത് 6B പെൻസിലാണ്. നോക്കുക, 4B കഴിഞ്ഞിട്ട് 5B എൻ്റെ കയ്യിലില്ല. 6Bയുടെ പെൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ ഗ്രേഡ്സ് പെൻസിലും വേണമെന്നില്ല. അതെന്താ കാര്യമെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ 4Bയും 6Bയും വന്നപ്പോൾ അതിൻ്റെ ഗ്രേഡിൽ വന്ന വ്യത്യാസം വളരെ വ്യത്യാസമുണ്ട്. 8B പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ അതിനേക്കാളും വ്യത്യാസം ഫീൽ ആവുന്നുണ്ട്. 8B എന്ന് പറയുന്ന പെൻസിലൊക്കെ എത്തുമ്പോഴത്തേക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെൻസിലാണ്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അത് ഷാർപ്പൺ ചെയ്യുമ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 10B യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്ത് നോക്കാം. 10B പെൻസിൽസും വളരെയധികം സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ഡാർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് കൂടി വരുവാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ എച്ച് കാറ്റഗറിയിലുള്ള എല്ലാം ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പെൻസിൽസ് നമ്മൾ സ്കെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫെയർ സ്കിൻ അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സ്, ഇതൊക്കെ ഷെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എച്ച് പെൻസിൽസ് യൂസ് ചെയ്യാം. പിന്നെ എച്ച് ബി പെൻസിൽ ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് എച്ച് ബി പെൻസിലാണ് ഔട്ട്ലൈനൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ 10B ഒക്കെ എത്തുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് വളരെ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹെയർ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 10Bക്ക് ശേഷം 12B അങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ 10B വരെ ഉള്ളൂ. പിന്നെ ഞാൻ ഡാർക്കൺ ആയിട്ടുള്ള ഏരിയാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാർക്കോൾ പെൻസിൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചാർക്കോൾ പെൻസിൽ ഇതാണ്. അതിൻ്റെ ബ്ലൂ കളർ ബാൻഡ് ഉണ്ടോ, ഇത് എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്. അതുകൂടാതെ യെല്ലോ ഉണ്ട്, അത് ന്യൂട്രലാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ റെഡ് ഉണ്ട്, അതെന്ന് പറയുന്നത് ഹാർഡാണ്. അപ്പോൾ റെഡ് എൻ്റെ കയ്യിലില്ല കേട്ടോ, റെഡ് കുറച്ചും കൂടി ഹാർഡായിരിക്കാം. അപ്പോൾ നമുക്കൊരു ചാർട്ട് ഇതുപോലെ വരച്ച് നോക്കാം. അപ്പോൾ ന്യൂട്രൽ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഷെയ്ഡിങ് ആണ് കിട്ടുന്നത്. നമ്മുടെ ഒരു 4Bയുടെ ഒക്കെ ഒരു റേഞ്ച് വരും ഷെയ്ഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് ചെയ്യുമ്പോൾ നോക്കുക അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. സോഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഏകദേശം 10Bയുടെ േക്കാളൊക്കെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് സോഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ സാധാരണ ഹെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ള ചാർക്കോൾ പെൻസിൽസാണ്. ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ പറയാനുള്ളത് എഫ് കാറ്റഗറിയിൽ വരുന്ന പെൻസിൽസാണ്, അതായത് ഫൈൻ കാറ്റഗറിയിൽ വരുന്ന പെൻസിൽസ്. ഈ പെൻസിൽസ് ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനായിട്ടുള്ള ലൈൻസൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ആ പെൻസിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ പെൻസിൽസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള മെക്കാനിക്കൽ പെൻസിൽസ് കാണാനാണ്. ഇതിൻ്റെ 2 ഡയമീറ്ററിൽ ഇത് വരുന്നുണ്ട്. 0.5 mm ഉണ്ട്, കാണുന്നുണ്ടോ? 0.7 mm ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫൈനായിട്ടുള്ള ലൈൻസൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതും പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ HB, B, 2B എന്നീ കാറ്റഗറീസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉള്ളതെന്ന് പറയുന്നത്, ഇത് സ്റ്റേഡ്ലറിൻ്റെ അക്വയിൽ വരുന്ന പെൻസിലാണ് 8B. അതുപോലെ തന്നെ സ്റ്റേഡ്ലറിൻ്റെ വേറൊരു സീരീസ് ആണ് ബ്ലാക്ക് എന്ന് പറയുന്നത്, ക്ലാസിക് ബ്ലാക്ക് എന്ന് പറയുന്നത് 8B പെൻസിൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ചാർക്കോൾ പെൻസിലിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ കണ്ടോ, നല്ല ബ്ലാക്ക് വരുന്നുണ്ട്. ഇതിൽ ചാർക്കോൾ കണ്ടൻറ്റും ഉണ്ട്, ഗ്രാഫൈറ്റ് കണ്ടൻറ്റും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ട് പെൻസിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹെയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു പെൻസിലാണിതെന്ന് പറയുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യാം. എൻ്റെ ഒരു ഫേവറേറ്റ് പെൻസിലാണ് ക്ലാസിക് ബ്ലാക്ക് എന്ന് പറയുന്നത്, 8B പെൻസിലാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ഞാനിനി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കയറി നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സ്റ്റേഡ്ലറിൻ്റെ ഈ ടൈപ്പ് പെൻസിൽസ് ഉണ്ട്. ഒരു 2005 കാലഘട്ടത്തിൽ ഈ പെൻസിൽസും EB പെൻസിൽസും അവൈലബിൾ ആയിരുന്നു. അത് അതിനുശേഷം നിർത്തലാക്കി. ഇപ്പം വീണ്ടും പുതിയതായിട്ട് ഈ പെൻസിൽസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ 8Bയുടെ പെൻസിലിൻ്റെ സെയിം ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഗ്രാഫൈറ്റ് കണ്ടൻറ്റും ഉണ്ട്, ചാർക്കോൾ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പെൻസിൽസ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരു ഗ്ലേസ്നെസ് ഉണ്ടാവുമല്ലോ, അത് ഈ പെൻസിൽസിന് കാണത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ വീണ്ടും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ പെൻസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഗ്രേഡിലെയും പെൻസിൽസ് നമുക്ക് വേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ ഞാൻ എന്താ കാര്യമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിതൊരു നോർമൽ 8Bയുടെ പെൻസിൽ യൂസ് ചെയ്തിട്ട് സാധാരണ അപ്ലൈ ചെയ്യുന്ന പ്രഷർ യൂസ് ചെയ്തിട്ട് വരയ്ക്കുവാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ മാക്സിമം ബ്ലാക്ക് ഈ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ പെൻസിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇറക്കി പിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഒന്ന് പെൻസിലൊന്ന് ചരിച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ഷെയ്ഡിങ്ങിൽ നമ്മൾ പ്രഷർ ഡിഫറൻസ് വന്നപ്പോഴത്തേക്കും ഷെയ്ഡിങ്ങിൽ വരുന്ന വ്യത്യാസമാണ് ഈ കാണുന്നത്. ഈ ഒരു ഷെയ്ഡും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി പെൻസിൽ ഇറക്കി പിടിക്കുകയാണെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 3 ഷെയ്ഡ്സ് നമ്മൾ ഒരു ഒറ്റ പെൻസിലായിട്ടുള്ള 8B വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് പല ഷെയ്ഡുകൾ ഒരു പെൻസിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാ ഗ്രേഡ് പെൻസിൽസും നമുക്ക് വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രഷർ വേരി ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കാം.
അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇത് ആരും എനിക്ക് പറഞ്ഞു തന്നതല്ല, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.